അന്നും ഇന്നും. നമ്മുടെ പ്രിയ ശകുന്തളയെ തലോടാനായി സദാസമയവും അവളുടെ കൂടെ തന്നെ കറങ്ങി നടക്കുകയാണ്. ശരിയാ, ആറ്റിൽ കുളിക്കുമ്പോൾ ജലത്തുള്ളികളുടെ ആർത്തി കാണണം എന്റെ പുന്നാര ശകുന്തളയെ കയറി പുണരാൻ. ഓ, ഈ തോഴിമാരുടെ കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ, കളിയാക്കിയതല്ല, നിന്റെ ഈ ഇളം മേനിയെ വാരി പുണരാനും കടിച്ചു തിന്നാനും ഈ തോഴിമാരായ ഞങ്ങൾക്ക് പോലും മോഹമുണ്ട് എന്ന് നിനക്ക് അറിയില്ലേ ശകുന്തളെ? ഇനി ഏതെങ്കിലും പുരുഷനെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ അതെങ്ങനെയാകുമോ എന്തോ. കണ്ണോ മഹർഷി കേൾക്കണ്ട, പുരുഷവർഗത്തെ ഈ ആശ്രമ പരിസരത്ത് അദ്ദേഹം പ്രവേശിപ്പിക്കുകയില്ലല്ലോ. ആരെങ്കിലും പുരുഷന്മാർ നമ്മുടെ ഈ സൗന്ദര്യധാമത്തെ കൊത്തിക്കൊണ്ടു പോകുമെന്ന പേടിയായിരിക്കും അദ്ദേഹത്തിന്. അതൊന്നുമല്ല, അച്ഛനെ എന്നെ അത്ര വലിയ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതിരിക്കട്ടെ, ഈ ചെറുപ്പക്കാരായ പുരുഷന്മാർ എങ്ങനെയിരിക്കും? അവർക്ക് മീശയുണ്ടോ? നീണ്ട താടിയുണ്ടോ? നമുക്ക് തേൻ കൊണ്ടുവരുന്ന നീലി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ എന്താ ശകുന്തളെ, അനസൂയെ ആരോടും പറയരുത്. ഇല്ല ഇല്ല, പറയൂ. എന്താ നീ പറഞ്ഞത്? അതേ, നീലി പറയുവാ. ആ, എന്ത് പറഞ്ഞു? ചെറുപ്പക്കാരായ പുരുഷന്മാർക്ക് ചെറിയ മീശ മാത്രമേ ഉള്ളൂ അത്രേ, അവർക്ക് താടിയില്ല. പിന്നെ ഇല്ലേ പുരുഷന്മാർക്ക്. ഓടി, നീ കള്ളം പറയുക. എനിക്ക് നാണം വരുന്നു. എനിക്ക് ആകെ കോരി കഴിക്കുന്നു. വരൂ അനസൂയെ, നമുക്ക് ഈ ചെടിയിലെ പൂക്കൾ പറിക്കാം. ഞാൻ ഹസ്തിനപുരം ഭരിക്കുന്ന ദുഷ്യന്ത മഹാരാജാവാണ്. നായാട്ടിനിടയ്ക്ക് ഒറ്റപ്പെട്ടു പോയ നാം ഇവിടെ ഈ കാട്ടിൽ അലഞ്ഞിലിൽ എത്തിച്ചേർന്നതാണ്. ആട്ടെ, ഭവതി ആരാണ്? ഞാൻ കണ്ണു മഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയാണ്. അങ്ങ് എന്റെ ജീവൻ രക്ഷിച്ചു. ലോകത്തിലെ എല്ലാ സൗന്ദര്യവും ഒത്തുചേർന്ന് ഉടലെടുത്തിരിക്കുന്ന അക്ഷര സ്വരൂപിണി ഭവതിയെ ഞാൻ ഇന്നിതാ മനസ്സാൽ വരിക്കുന്നു. എനിക്ക് ആശ്രമത്തിൽ തിരിച്ചെത്താനുള്ള സമയമായി. ഞാൻ പോകട്ടെ. നാളെയും ഈ സമയത്ത് ഭവതി ഇവിടെ
ഭവതി കൊണ്ടുതന്ന മധുപാനീയങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കും അമൃതിനേക്കാൾ ഏറെ സ്വാദായിരുന്നു. മനസ്സാവരിച്ച ഗാന്ധർവ വിധികളാൽ വിവാഹിതരായ നമുക്ക് ഈ സുവർണ അവസരം ഒരുക്കി തന്നതിന് ആകാശത്തിലെ ദേവീദേവന്മാരെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഈ 2 ദിവസം നമ്മൾ പങ്കിട്ട സ്വർഗീയ നിമിഷങ്ങൾ ദൈവം നമുക്ക് നൽകിയ വരദാനമാണ്. പ്രിയപ്പെട്ട സഹോദരനെ, എനിക്ക് തിരിച്ച് നഗരത്തിൽ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പോയി ഉടനെ തിരിച്ചു വരാം. പോയി വരട്ടെ. ശരി നാഥ, ഞാൻ അങ്ങയുടെ തിരിച്ചുവരവിനായി സദാ കാത്തിരിക്കും. എന്റെ മുദ്രയുള്ള ഈ പളുങ്ക് മോതിരം ഞാനിതാ ഭവതിയെ അണിയിക്കുകയാണ്. പോയി വരട്ടെ. ശകുന്തള, എന്ത് ധിക്കാരമാണ് നീ കാണിച്ചിരിക്കുന്നത്? 1 മാസം മുന്നെയായ നമ്മുടെ കഠിന തപസ് നീ മുടക്കിയിരിക്കുന്നു. ആയതിനാൽ എന്നെ ഞാനിതാ ശപിക്കുന്നു. നീ ആരെയാണോ നിന്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ആ വ്യക്തി സമൂലം നിന്റെ മനസ്സിൽ നിന്നും മാറിപ്പോകട്ടെ. ക്ഷമിക്കണം മഹാമുനീന്ദ്ര, ഞാൻ ദുഷ്യന്ത രാജാവാണ്. ഈ കാട്ടിൽ നായാട്ടിന് വന്ന് ഒറ്റപ്പെട്ട അലയുകയാണ്. അങ്ങയുടെ മുമ്പിൽ വന്ന് വീണത് മാപ്പാക്കണം. ഞാൻ എന്താണ് മനസ്സിൽ ചിന്തിച്ചിരുന്നതെന്ന് ഒട്ടും ഓർമ്മയില്ല. രാജാവേ, എന്റെ ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ നിർവാഹമില്ല. അങ്ങയുടെ ഓർമ്മ തിരിച്ചു കിട്ടുവാൻ ഞാനിതാ ഒരു ശാപമുക്തി കൂടി തന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ആർക്കെങ്കിലും നൽകിയ സ്വന്തം അടയാളങ്ങളോ മുദ്രകളോ പുനർദർശിക്കാൻ ആകയാൽ എല്ലാ മറഞ്ഞ ഓർമ്മകളും അങ്ങേക്ക് തിരികെ ലഭിക്കും. സമസ്തോ സുഖിനോഭവ. പോയി വരൂ രാജാവേ.
നിന്റെ സാത്വിക പ്രവൃത്തികൾക്ക് നിദാനമാകുന്നവയെ നാം ശ്ലാഘിക്കുകയും അതേസമയം തമസ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന കാരകങ്ങളെ നാം ചതിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ദുഷ്യന്തനെ കാണാനുള്ള നിന്റെ ഈ യാത്ര നാം തടുക്കുന്നില്ല. വിധി കവയാന തടുക്ക. പ്രിയപ്പെട്ട അച്ഛ, ഒരു പരമപിതാവിന്റെ ഉത്തമ വാത്സല്യ ദൃഷ്ടാന്തമായി മാനവരാശിക്ക് യുഗയുഗാന്തരങ്ങളിലൂടെ കണ്ണു മഹർഷിയുടെ അളവറ്റ ഈ പുത്രി സ്നേഹം നിലനിൽക്കപ്പെടുമെന്നത് അസംശയമത്രേ. എൻ്റെ അച്ഛ, ഞാൻ പോയി വരട്ടെ. മകളെ ശകുന്തളേ, ഈ ആശ്രമത്തിൻ്റെ പൊന്നോമലേ, മകളേ മകളേ, എൻ പൊന്നാര പൊന്നു മകളേ, ഇന്നിതാ ഞാനിതാ ചൊല്ലുന്നത്രയും നല്ല വരികൾ ഒക്കെയും കേൾക്കണം. ഇന്നലെ കഴിഞ്ഞതും ഇന്നീ നടപ്പെടും നല്ലതിനായിരുന്നെപ്പോഴും ഓർക്കുക. പിന്നെ നാളെ നടക്കാനിരിക്കുന്നതൊക്കെയും നല്ലതായി ഭവിക്കുമെന്നുള്ളതും നിശ്ചയം. വിവാഹാനന്തരേ കരുതിയിടണമവർ സുഖമെന്നത് അഗ്രഹമായി. സംതൃപ്തമായൊരു പുതിയ കുടുംബം സ്ഥാപിച്ചെടുക്കാൻ ചുമതലയേൽക്കണം. ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങൾ ലോകാസമസ്തയെ വിധിച്ചീരും ഐശ്വര്യം. രാജരാജ പരമാരണ്യ പ്രജാവത്സല ദുഷ്യന്ത മഹാരാജൻ, ഈ വനകന്യക അങ്ങേ പരിചയമുണ്ടെന്നും നേരിട്ട് കാണണമെന്നും ക്ഷണിക്കുകയാണ്. അങ്ങനെയോ? എന്താണ് ഈ മഹതിയുടെ സങ്കടം? ഉറപ്പിച്ചോളൂ ഭഗവതി. എന്ത് സ്വാമി, അങ്ങനെ തിരിച്ചറിയുന്നില്ലേ? ഞാൻ കണ്ണാശ്രമത്തിലെ ശകുന്തള, അങ്ങ് ഗാന്ധർവ വിവാഹം കഴിച്ച അങ്ങയുടെ പ്രിയപത്നി ശകുന്തള. നിങ്ങളുടെ മറ്റും ഭാവവും കണ്ടിട്ട് നാം മനസ്സിലാക്കുന്നത് നിങ്ങൾ വനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നും മതിക്രമം വന്ന് നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുമാണ്. ഭവതിയെ തിരിച്ച് വനത്തിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നാം ഉടൻ ചെയ്യുന്നു.